സ്പോട്ട് ലൈവ് തുടരുന്നു. പരീക്ഷാ പേപ്പർ ചോർച്ചയിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങി. കോഴിക്കോട് ക്രൈംബ്രാഞ്ച് എസ്.പി കെ മൊയ്തീൻകുട്ടിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം. മലപ്പുറം ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി റെജി കുന്നിപ്പറമ്പിലാണ് അന്വേഷണ ചുമതല. കേസ് അന്വേഷിക്കുന്ന 4-അംഗ സംഘം യോഗം ചേർന്നു. വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് എം.എസ്. അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, നേരത്തെ ഈ പരീക്ഷാ പേപ്പർ ചോർച്ചയിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ അന്വേഷണം ഒരു വശത്ത് നടക്കുന്നുണ്ട്. അതിന് പിന്നാലെയാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പോലീസും ക്രൈംബ്രാഞ്ചും ഈ വിഷയത്തിൽ അന്വേഷണം നടത്തുന്നത്. ആരുടെ ഭാഗത്താണ് അത്? വിദ്യാഭ്യാസ വകുപ്പ് പ്രാഥമികമായി നടത്തിയ പരിശോധനയിൽ, അന്വേഷണത്തിൽ ആരുടെ ഭാഗത്താണ് വീഴ്ച ഉണ്ടായിരിക്കുന്നത്? ഈ പരീക്ഷാ പേപ്പർ ചോർച്ചയിൽ വിദ്യാഭ്യാസ വകുപ്പിലെ അധ്യാപകർക്കടക്കം പങ്കുണ്ട് എന്ന് വ്യക്തമായിട്ടുണ്ടോ? ആരിലേക്കൊക്കെയാണ് അന്വേഷണം നീങ്ങുന്നത്? അനീഷ്. ടോമോ, ഈ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട 2 തലത്തിലുള്ള അന്വേഷണങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഒന്ന്, വിദ്യാഭ്യാസ വകുപ്പ് ആഭ്യന്തരമായി നടത്തുന്ന അന്വേഷണമാണ്. അതിൽ സർക്കാർ ഉദ്യോഗസ്ഥർ, പ്രത്യേകിച്ചും അധ്യാപകരടക്കമുള്ള ആളുകൾ, ചോദ്യപേപ്പർ തയ്യാറാക്കിയവർ തന്നെയാണ് ഈ സ്വകാര്യ കോച്ചിങ് സെന്ററുകൾക്ക് ഈ ചോദ്യപേപ്പർ ചോർത്തി നൽകി എന്നതൊരു സംശയമാണ് ഉയർന്നിരിക്കുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആഭ്യന്തര തലത്തിൽ നടക്കുന്നു. മറുവശത്ത് ഇതിനെ ഒരു ക്രിമിനൽ കേസായി പരിഗണിച്ചാണ് ക്രൈംബ്രാഞ്ചിന് കേസിന്റെ അന്വേഷണം വിട്ടു നൽകിയിരിക്കുന്നത്. ഇന്ന് റെജി കുന്നിപ്പറമ്പിലടക്കമുള്ള ഡിവൈഎസ്പിയുടെ സാന്നിധ്യത്തിലുള്ള യോഗം കോഴിക്കോട്ട് നടന്നിരുന്നു. ക്രൈംബ്രാഞ്ചിന്റെ ഓഫീസിൽ അവർ എന്താണ് ടേംസ് ഓഫ് റെഫറൻസ്, ഏത് രീതിയിലാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് സംബന്ധിച്ച വിശദമായ ചർച്ചകൾ നടത്തിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാധ്യമങ്ങളോട് കാര്യമായി അവർ ആശയവിനിമയം നടത്തിയില്ല. കാരണം ഈ പുറത്തു പറയാൻ തക്കവണ്ണം ഒരു സ്ഥിതിയിലേക്ക് അന്വേഷണം എത്തിയിട്ടില്ല. പ്രാഥമിക നടപടികൾ മാത്രമാണ് സ്വീകരിച്ചിരിക്കുന്നതെന്നാണ് അവർ വ്യക്തമാക്കിയത്. വിദ്യാഭ്യാസ വകുപ്പിനോട് വിശദീകരണം തേടുക, അല്ലെങ്കിൽ എന്താണ് വിദ്യാഭ്യാസ വകുപ്പിന് ഇക്കാര്യത്തിൽ പറയാനുള്ളതെന്ന് കേൾക്കുകയാണ് ആദ്യം ചെയ്യുക. അവർ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിന്റെ വിവരങ്ങളോ അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള സംവിധാനമാണ് ചോദ്യപേപ്പർ വിതരണവുമായി ബന്ധപ്പെട്ടുള്ളത് എന്നടക്കമുള്ള കാര്യങ്ങൾ ആരായുകയാണ് ആദ്യം ചെയ്യുക. പിന്നീടാണ് ഈ ചോദ്യപേപ്പർ, ചോർന്ന ചോദ്യപേപ്പർ എന്ന് പറയുന്ന ചോദ്യക്കടലാസും ഒപ്പം ഈ യൂട്യൂബ് ചാനലിൽ വന്ന പരീക്ഷാ ചർച്ച അല്ലെങ്കിൽ പരീക്ഷാ അവലോകന പ്രഡിക്ഷൻ എന്ന പേരിലുള്ള അവലോകനവും തമ്മിൽ താരതമ്യപ്പെടുത്തുക. അതിനുശേഷമാണ് ഈ ചോർച്ചയുടെ തോത് എത്രമാത്രം വലുതാണ് എന്ന് കണ്ടെത്തുക. തുടർന്നാവും ഈ എം.എസ്. സൊല്യൂഷൻസിലെ ജീവനക്കാരെ ചോദ്യം ചെയ്യുന്ന നടപടിക്രമങ്ങളിലേക്കും ഒപ്പം ഈ പരീക്ഷാ വിഭാഗത്തിന്റെ ചുമതലകൾ കൈകാര്യം ചെയ്ത, പ്രത്യേകിച്ചും ഈ ചോദ്യപേപ്പർ തയ്യാറാക്കുന്നതിൽ നേതൃത്വം കൊടുത്ത ഉദ്യോഗസ്ഥരിലേക്കും അത് കൈമാറപ്പെടുന്ന ഒരു വഴിയുണ്ട്. അതായത് ഈ ചോദ്യപേപ്പർ തയ്യാറാക്കുന്ന സെക്യൂരിറ്റി പ്രസ് മുതൽ ഈ പരീക്ഷാ ഹാൾ വരെ ഈ ചോദ്യപേപ്പർ എത്തുന്ന ഒരു നീണ്ട നടപടിക്രമമുണ്ട്. ഇനിയും അവിടെ എങ്ങാനും വീഴ്ച വന്നാണെങ്കിൽ അത്തരത്തിലുള്ള പരിശോധനയൊക്കെ ക്രൈംബ്രാഞ്ച് നടത്തും. എന്തായാലും അതീവ ഗൗരവതരമായ ഒരു വിഷയം എന്ന രീതിയിൽ തന്നെയാണ് ക്രൈംബ്രാഞ്ച് ഈ വിഷയത്തെ കണക്കാക്കുന്നത്. ഈ ഓൺലൈൻ പഠനത്തിലേക്ക് ലോകം നീങ്ങിയ സമയം മുതൽ, പ്രത്യേകിച്ചും ഈ കോവിഡ് കാലഘട്ടത്തിലും മറ്റുമൊക്കെയാണ് ഏറ്റവും അധികം കുട്ടികൾ ഓൺലൈൻ മാർഗത്തിലൂടെ വിദ്യാഭ്യാസത്തിന് ഉള്ള നീക്കങ്ങൾ ആരംഭിച്ചത്. അല്ലെങ്കിൽ ആ സമയത്ത് സ്കൂളുകൾ പോലും ഓൺലൈൻ ക്ലാസ്സുകളാണ് നടത്തിയിരുന്നത്. പക്ഷേ അതിൻ്റെ തുടർച്ചയായി തന്നെ ഈ ഓൺലൈൻ ട്യൂഷൻ സെൻ്ററുകളും ഓൺലൈൻ കോച്ചിങ് സെൻ്ററുകളും കുട്ടികളെ വലിയ തോതിൽ ഈ ഓൺലൈൻ വിദ്യാഭ്യാസത്തിലേക്ക്, പ്രത്യേകിച്ചും യൂട്യൂബുകൾ വഴിയുള്ള ക്ലാസ്സിലേക്ക് ആകർഷിച്ചിരുന്നു. ആ ഒരു കിടമത്സരത്തിൻ്റെ ഭാഗമായാണ് തങ്ങൾ പരീക്ഷയ്ക്ക് തലേന്നാൾ പഠിപ്പിക്കുന്ന അതേ ചോദ്യങ്ങൾ തന്നെയാവും പിറ്റേ ദിവസം പരീക്ഷയ്ക്ക് വരിക എന്നൊരു പ്രതീതി സൃഷ്ടിക്കാൻ ഈ ഓൺലൈൻ സെന്ററുകൾ പരസ്പരം മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ ഈ എസ്.എം. സൊല്യൂഷൻസിന്റെ ഷുഹൈബ് എന്ന ഉടമയാണെങ്കിലും നേരത്തെ മറ്റ് അന്വേഷണത്തിന്റെ അവരുടെ കോച്ചിങ് സെന്റർ, അതായത് ചോദ്യപേപ്പർ ചോർന്ന യൂട്യൂബ് ചാനലിന്റെ ഉടമകളായിട്ടുള്ള ഈ ട്യൂഷൻ സെന്റർ, അവരെ ചോദ്യം ചെയ്യുക, അതോടൊപ്പം ഇതിൽ വീഴ്ച വരുത്തി ഇവർക്ക് ചോദ്യപേപ്പർ ചോർന്ന് കിട്ടിയത് നൽകിയത് ആരാണ്, ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ടതുണ്ട്. അതായത് ഇപ്പോൾ ഈ SSLCയുടെയും +1ന്റെയും പരീക്ഷാ പേപ്പർ ചോർച്ച മാത്രമായിരിക്കുമോ അന്വേഷിക്കുക, അതോ ഇതുപോലുള്ള ട്യൂഷൻ സെന്ററുകളുടെ പ്രവർത്തനം ഉൾപ്പെടെ അന്വേഷണത്തിന്റെ പരിധിയിൽ വരുമോ അനീഷ്? അതൊരു ചോദ്യം തന്നെയാണ്. കാരണം ക്രൈംബ്രാഞ്ച് അക്കാര്യത്തിൽ ഒരു കൃത്യമായ വിശദീകരണം നൽകിയിട്ടില്ല. പക്ഷേ ഈ KSU അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ ആവശ്യപ്പെടുന്നത് ഇത്തവണത്തെ ഈ പരീക്ഷാ ചോദ്യപേപ്പർ മാത്രമല്ല ചോർന്നത്. കഴിഞ്ഞ ഓണം പരീക്ഷയും ഈ എസ്.എം. സൊല്യൂഷൻസ് എന്ന ഷുഹൈബിന്റെ സ്ഥാപനം തന്നെ ചോർത്തി നൽകിയിരുന്നു. അന്ന് വലിയ വിമർശനങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ ഉയർന്നെങ്കിലും സർക്കാർ അത് കാര്യമായി ഗൗനിച്ചില്ല, അതിനെ അർഹിക്കുന്ന ഗൗരവത്തോടുകൂടി പരിഗണിച്ചില്ല. കാരണം അന്ന് തന്നെ ഈ ആരോപണം ഉയർന്നപ്പോൾ സർക്കാർ ഒരു പ്രാഥമികമായ പരിശോധന നടത്തുകയും താമരശ്ശേരി
താമരശ്ശേരി DO അടക്കമുള്ള ആളുകൾ ജില്ലാ വിദ്യാഭ്യാസ ഡയറക്ടർക്ക് ഉപഡയറക്ടർക്ക് ഒരു കത്ത് നൽകിയിരുന്നു. അതിൽ വിശദമായ അന്വേഷണ റിപ്പോർട്ട് ഉൾപ്പെടുത്തിയിരുന്നു. ഇതിനെ തുടർന്ന് DD സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന് ഒരു കത്ത് നൽകിയെങ്കിലും ആ കത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം വേണമെന്ന ആവശ്യം പറഞ്ഞിരുന്നു. കാരണം താമരശ്ശേരി കൊടുവള്ളി ആസ്ഥാനമായ SM സൊല്യൂഷൻസ് എന്ന സ്ഥാപനം പരീക്ഷാ പേപ്പറുകൾ ചോർത്തിയതായി സംശയം ഉയർന്നിട്ടുണ്ട്. അത് സാധൂകരിക്കുന്ന രീതിയിലാണ് അവരുടെ യൂട്യൂബ് പേജിൽ വന്ന ചോദ്യങ്ങളും പരീക്ഷയ്ക്ക് വന്ന ചോദ്യങ്ങളും. അതുകൊണ്ട് അതിൽ വിശദമായ ഒരു അന്വേഷണം നടത്തണമെന്ന ആവശ്യമാണ് ഉന്നയിച്ചത്. പക്ഷേ അന്ന് യാതൊരു തരത്തിലുള്ള അന്വേഷണം നടത്തുകയുണ്ടായില്ല. അന്ന് അത്ര ഗൗരവത്തിൽ അതിനെ സർക്കാർ പരിഗണിക്കുകയും ചെയ്തില്ല. പക്ഷേ ഇത്തവണ അതിനേക്കാൾ വലിയ വ്യാപ്തിയിലുള്ള ഒരു ചോർച്ച ഉണ്ടായപ്പോഴാണ് ഒരു പരിശോധന നടത്താൻ ഒരുങ്ങിയത്. അതുകൊണ്ട് കേവലം ഇത്തവണത്തെ ചോർച്ച മാത്രം പരിശോധിച്ചാൽ പോരാ എന്ന നിലപാടിലേക്കാണ് വിദ്യാർത്ഥി സംഘടനകൾ എത്തിയിരിക്കുന്നത്. ഒപ്പം മറ്റൊരു പ്രശസ്തമായ കോച്ചിംഗ് സെന്റർ കഴിഞ്ഞ വർഷത്തെ ഈ ഓണപരീക്ഷയുടെയും ക്രിസ്മസ് പരീക്ഷയുടെയും ചോദ്യപേപ്പർ ചോർത്തിയെന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഏതാണ്ട് ഇവർ യൂട്യൂബിൽ കൊടുത്ത ചോദ്യങ്ങൾക്ക് സമാനമായ രീതിയിൽ തന്നെയുള്ള ചോദ്യങ്ങളാണ് പിറ്റേ ദിവസത്തെ പരീക്ഷയിൽ വരികയും ചെയ്ത്. അതുകൊണ്ട് ഈ മേഖലയിൽ നടക്കുന്ന ഈ ഒരു അരാജകത്വത്തെ പറ്റി സമഗ്രമായ പരിശോധന വേണം എന്നാണ് ഈ വിദ്യാർത്ഥി സംഘടനകൾ ആവശ്യം ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ചും ഈ ഇത്തരം ഓൺലൈൻ കോച്ചിംഗ് സെന്ററുകളുമൊക്കെയായി സംസ്ഥാന സർക്കാരിന് അടുത്ത ബന്ധമാണ്. ഈ കലോത്സവം പോലുള്ള ഇടങ്ങളിൽ പ്രധാനപ്പെട്ട സ്പോൺസർഷിപ്പുകൾ കൈകാര്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ മത്സരങ്ങൾക്കുള്ള സ്ലിപ്പുകൾ പാർട്ടിസിപ്പന്റ് കാർഡുകൾ തയ്യാറാക്കുമ്പോഴും അതിൽ പോലും ഇത്തരം സ്ഥാപനങ്ങളുടെ പരസ്യമുണ്ട്. അതുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപയാണ് സർക്കാർ ഇവരിൽ നിന്നൊക്കെ വാങ്ങിയെടുക്കുന്നത്. അതുകൊണ്ട് ഇവരുമായിട്ടൊരു അടുത്ത ബന്ധം നിലനിർത്തുന്ന സാഹചര്യമുണ്ട്. ഇത്തരമൊരു ബന്ധം ഒരു കാരണവശാലും പാടില്ല എന്നാണ് ഈ വിദ്യാർത്ഥി സംഘടനകൾ പറയുന്നത്. കാരണം ഈ പ്രധാനപ്പെട്ട പൊതുവിദ്യാഭ്യാസം ഒരു വശത്ത് നിൽക്കുമ്പോൾ ഒരു സമാന്തര വിദ്യാഭ്യാസം എന്ന രീതിയിലാണ് കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. അനീഷ് സൂചിപ്പിച്ചതുപോലെ ക്രൈംബ്രാഞ്ചിന് അന്വേഷണം മറ്റ് തലങ്ങളിലേക്കും നീങ്ങേണ്ടതാണ്. ഈ ചോദ്യപേപ്പർ ചോർച്ചയ്ക്കപ്പുറം ഈ രീതിയിൽ നിയമവിരുദ്ധമായിട്ടാണോ ഈ ട്യൂഷൻ സെന്ററുകൾ പ്രവർത്തിക്കുന്നത്? ഈ ചോദ്യപേപ്പർ ചോർന്നതിൽ വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നതർക്ക് പങ്കുണ്ടോ, അധ്യാപകർക്ക് പങ്കുണ്ടോ? ഇക്കാര്യങ്ങളൊക്കെ ക്രൈംബ്രാഞ്ച് വിശദമായി തന്നെ പരിശോധിക്കുകയാണ്.